ബിരിയാണിയാണ്. അപ്പം നമുക്ക് ചിക്കനും മട്ടനും ഒന്നും ഇല്ലെങ്കിൽ തന്നെ മിക്ക വീട്ടുകളിലുള്ളതാണ് മുട്ട. അത് വെച്ചിട്ട് നമുക്കൊരു ബിരിയാണി റെഡിയാക്കാം. അതിന് വേണ്ടി മല്ലി, പുതിന, തക്കാളി, പച്ചമുളകൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് ഞാൻ ഇന്ന് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിക്കുന്നത്. ആദ്യം ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന് ടോട്ടൽ 4 സവാള ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 3 എണ്ണം ഇതിലിട്ടിട്ടൊന്ന് ബ്രൗൺ കളറാവുന്നവരെ ഒന്ന് വഴറ്റി ഒന്ന് ഫ്രൈ, സാധാരണ ചോറിൻ്റെ മുകളിലൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കില്ല, അതേപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ 3 സവാളകൾ ഇട്ടിട്ട് ഇതുപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് ബ്രൗൺ കളറായിട്ട് നമുക്കിതിന് കോരി മാറ്റണം. അപ്പോൾ ഇത് ഫ്രൈ ആയി വരുന്നുണ്ട്. ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആയിട്ട് നമുക്കിതിന് മാറ്റാം. ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കതിന്ന് വേറൊരു പാത്രത്തിലേക്ക് ഈ ഉള്ളി മൊരിച്ചത് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ ഒരു ഗീയിൽ തന്നെയാണ് നമ്മൾ മസാലയ്ക്ക് വേണ്ട സവാള വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗീയിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഒരു സവാള, ഒരു വലിയ സവാളയാണ്, അത് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഇതിലിട്ട് വഴറ്റാം. അപ്പോൾ ഒരു ചെറുതായി ഒന്ന് വഴന്ന് കിട്ടിയാൽ മതി. ഒരു ബ്രൗൺ കളറാവുന്നവരെ വഴറ്റിയെടുത്താൽ മതി. നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റി ചെറിയൊരു ലൈറ്റ് ബ്രൗൺ കളറായിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 7 പച്ചമുളക് 2ആയി പൊളിച്ചതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഞാൻ ഇതിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ റോസ്മെൻറ്റ് പോകുന്നവരേക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമുളകൊന്ന് മാറിയതിന് ശേഷം നമുക്കതിലേക്ക് 3 തക്കാളി പൊടിയായി എരിഞ്ഞതാണ്, അത് ഇട്ടിട്ടൊന്ന് വഴറ്റാം. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയിട്ട് തക്കാളി നന്നായി ഒന്ന് വഴന്ന് വരണം. നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. അപ്പോൾ വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മസാലകൾ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ടിട്ട് ഇതിൻ്റെ ഒരു റോസ് സ്മെല്ല് പോകുന്നവരൊന്ന് വഴറ്റാം. അപ്പോൾ മസാല ഇടുമ്പോൾ എപ്പോഴും തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാൻ, അല്ലെങ്കിൽ അതൊന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതൊന്ന് റോസ് സ്മെല്ല് പോകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിലേക്ക് നമുക്ക് തൈര്, 2 ടേബിൾ സ്പൂൺ തൈരാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ മീറ്റ് ചിക്കനും ഇതൊന്നും ഇല്ലെങ്കിലും തന്നെ പെട്ടെന്ന് ഒരു ബിരിയാണി ഉണ്ടാക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുട്ട ഇതുപോലെ വീട്ടിലുണ്ടാവുമല്ലോ, അത് വെച്ച് നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ബിരിയാണി റെഡിയാക്കി എടുക്കാം. അതിലേക്ക് നമുക്ക് മല്ലിയും പുതിനയും കുറച്ച് ഒരു വലിയ പിടി മല്ലിയുണ്ട്, അതിൻ്റെ പകുതിയായിട്ട് പുതിന എടുത്തിട്ടുണ്ട്, അത് ചെറിയതായിട്ട് കട്ട് ചെയ്തത്, അതും കൂടിയിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അതിലേക്ക് ലെമൺ ജ്യൂസ്, ഒരു പകുതി ലെമൺ പിഴിഞ്ഞതാണ്, അതിൻ്റെ ജ്യൂസും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തൈര് അധികം പുളിയില്ലാത്ത തൈരാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഉള്ളി പൊരിച്ചത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ല, അതിൻ്റെ ഒരു 3/4 ഭാഗത്തോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളത് ബാക്കിയുള്ളത് നമുക്ക് ചോറിൻ്റെ മുകളിലായിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്, ദമ്മാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പൊരിച്ച ഉള്ളി വരുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ വരും. ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഗ്ഗാണ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമ്മളിൽ നിന്ന് മസാലയിൽ നിന്ന് പ്രത്യേകിച്ച് വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സമയം മീറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതിന് വെള്ളം വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാലയും കൂടി ചേർത്തിട്ട് അതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ആഡ് ചെയ്യാം. ഒരു 5 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മസാല കുറച്ച് ലൂസായി കിട്ടാൻ വേണ്ടിയിട്ട് ലേശം വെള്ളം കൂടി, ചൂടുള്ള വെള്ളം വേണം നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ. അതുകൂടി ഒഴിച്ചിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. ഓൾറെഡി വെന്ത സാധനങ്ങളാണ്. ഒരു 10 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം. ഇനി റൈസ് ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ടൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് സ്പൈസസ്, ഏലക്ക 4 എണ്ണം, കരയാമ്പൂ ഒരു 5 എണ്ണം, ബേ ലീഫ് 1, പട്ട 2 കഷ്ണം, ജാതിപത്രി 1 കഷ്ണം, പിന്നെ സ്റ്റാർ അനീസ് 2 എണ്ണം. എന്നിട്ടൊന്ന് പൊട്ടിക്കാം. പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 2.25 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ 1.5 ഗ്ലാസ്
അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിന് 2.25 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കി മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാം. നന്നായി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഞാൻ അരി ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് അരി ഞാൻ നന്നായി കഴുകി, ജീരകശാല അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് കഴുകിയിട്ട് ഒരു 20 മിനിറ്റ് ഞാനിതൊന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമുക്കൊരു ഡ്രെയിനറിലേക്ക് ഇട്ടിട്ട് ഡ്രെയിൻ ചെയ്തെടുക്കണം. അത് ഞാൻ ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വേവിക്കാൻ പറ്റും. അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം തീയൊന്ന് കുറച്ച് ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം നമ്മളിത് റൈസ് വേവിച്ചെടുക്കാൻ. ഇതിലേക്ക് 1 ടീസ്പൂൺ റോസ് വാട്ടർ ഒഴിക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ ചോറിന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അത് നന്നായി ഒന്ന് ഇളക്കിയിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ അധികം ഇളക്കേണ്ട, 2-3 പ്രാവശ്യമൊക്കെ എടുത്ത് ഇളക്കിയാൽ മതിയാവും. നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വയ്ക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ചോറ് ഒന്നുകൂടി ഒന്ന് വേവാനേ ഉള്ളൂ. നമുക്കൊന്ന് ഇളക്കി ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ റൈസ് റെഡി ആയിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഒരു 1/4 ഭാഗം വേറൊരു പാത്രത്തിലേക്ക്, അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തന്നെയാണ് ദമ്മാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്നൊരു 1/4 ഭാഗം ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് ചോറ് ഞാൻ അടിയിലായിട്ട് ഇട്ടിട്ട് അതിൻ്റെ മുകളിലായിട്ട് നെയ്യൊക്കെ ഒഴിച്ച് ഗരം മസാല പൊടി, പിന്നെ ഒരു മല്ലി, പുതിന, കാഷ്നട്ട്, പൊരിച്ച ഉള്ളിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മീതെ മസാല ഇട്ട്. അപ്പോൾ നമ്മളെപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പറയാറുള്ള അതേ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കളറിന് വേണ്ടിയിട്ട് പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ടിട്ട്, പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയൊന്നും ഞാൻ ഫ്രൈ ചെയ്തിട്ടില്ല, വെറുതെ ഇടുകയാണ് ചെയ്തത്. ഫ്രൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് ഇടാം. ഞാൻ വെറുതെ ഇട്ടിട്ടുള്ളൂ. നമ്മുടെ എല്ലാം ഇതുപോലെ ലെയർ ചെയ്തെടുത്തതിന് ശേഷം ഞാനൊരു 10 മിനിറ്റ് മീഡിയത്തിനേക്കാളും കുറച്ച് ആയിട്ടുള്ള തീയിൽ വെച്ചിട്ട് അതിന് ശേഷം ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. നമുക്കെല്ലാം ഇത് ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പറയുന്നതാണ്, ഞാൻ പ്രത്യേകിച്ചത് എന്തൊക്കെ ഇടണമെന്നുള്ളത് പ്രത്യേകിച്ച് പറയുന്നില്ല. നമുക്കിപ്പോൾ ഇത് ഞാനിതുപോലെ ഒരു 10 മിനിറ്റ് വെച്ച് ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എഗ് ബിരിയാണി ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ചിക്കനും മീനും മട്ടനൊന്നും ഇല്ലെങ്കിലും നമ്മുടെ വീട്ടിലുള്ള ഐറ്റം വെച്ചിട്ട് നമുക്കിതുപോലെ ബിരിയാണി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഉണ്ടാക്കുക. അടുത്തൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും വരാം. താങ്ക് യു.